ഇന്നത്തെ അറിയിപ്പുകൾ. സ്ത്രീകൾക്കുള്ള പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് പദ്ധതിയായ മഹിളാ സമ്മാനിൽ നിന്ന് തുക പിൻവലിക്കാം. 40% വരെ തുക പിൻവലിക്കാമെന്ന് തപാൽ വകുപ്പ്. വനിതാ നിക്ഷേപകർക്ക് 1 വർഷത്തിന് ശേഷം അവരുടെ ബാലൻസ് തുകയുടെ 40% വരെ പിൻവലിക്കാവുന്ന പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ്സ് സ്കീം. 2 വർഷത്തേക്ക് 1000 രൂപയ്ക്കും 2 ലക്ഷം രൂപയ്ക്കും ഇടയിലുള്ള തുക നിക്ഷേപിക്കാം. നിലവിൽ പദ്ധതി പ്രകാരമുള്ള തുക പിൻവലിക്കാനാണ് തപാൽ വകുപ്പ് അനുമതി നൽകിയത്. പണം ഭാഗികമായി പിൻവലിക്കുമ്പോൾ കഴിഞ്ഞ ത്രൈമാസ പലിശയുടെ അവസാന തീയതിയിലെ ബാലൻസ് അടിസ്ഥാനമാക്കി പലിശ കണക്കാക്കും. ഡിജിറ്റൽ ബാങ്കിംഗ് സൊല്യൂഷൻ കമ്പനിയായ ഫിനാക്കിളിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണ്. 2023 ഏപ്രിൽ 30 നിക്ഷേപിച്ച ഒരു വനിതാ നിക്ഷേപകയ്ക്ക് 2024 മെയ് 1 മുതൽ ഭാഗിക പിൻവലിക്കലിന് അർഹതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് 100 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ സഹായമായി പണം അനുവദിക്കുന്നതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. സർക്കാർ ആശുപത്രികൾക്കായി മരുന്നുകൾ വാങ്ങിയതിന്റെ ബിൽ തുക നൽകുന്നതിനാണ് പണം അനുവദിച്ചത്. ഈ വർഷം ആകെ 606 കോടി രൂപയാണ് കോർപ്പറേഷന് സഹായമായി നൽകിയത്. ബജറ്റ് വിഹിതത്തിനു പുറമെ 250 കോടി രൂപയും നൽകി. 356 കോടി രൂപയായിരുന്നു ബജറ്റ് വകയിരുത്തൽ. ഇതും അധികമായി 150 കോടി രൂപയും നേരത്തെ നൽകിയിരുന്നു. കുടിശ്ശിക നൽകാത്തതിനാൽ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ടെൻഡറിൽ പങ്കെടുക്കാൻ മരുന്നു കമ്പനികൾ വിസമ്മതിച്ചിരുന്നു. തുടർന്ന് കോർപ്പറേഷൻ ജനുവരി മുതൽ കുടിശ്ശിക തീർപ്പാക്കുകയാണ്. 2025-26 1000 കോടിയുടെ മരുന്നു സംഭരിക്കാനാണ് KMSEL ലക്ഷ്യമിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എയർ ഇന്ത്യയുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്നോവേഷൻ സെന്റർ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. IT രംഗത്തിന് കുതിപ്പേകുന്ന പദ്ധതി ഇൻഫോ പാർക്കിലാണ് ആരംഭിച്ചിരിക്കുന്നത്. AI സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതികവിദ്യയിലൂന്നിയാണ് ഇന്നോവേഷൻ സെന്ററിന്റെ പ്രവർത്തനം. ഇതുവഴി കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കും. കേരളത്തിലെ IT മേഖലയിൽ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലൂടെ 60,000-ലധികം തൊഴിലുകളാണ് വിവിധ കമ്പനികൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ വൻതോതിൽ നിക്ഷേപിക്കാൻ തയ്യാറാണെന്നും വിവിധ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിക്ഷേപങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കാൻ എയർ ഇന്ത്യയുടെ കടന്നുവരവ് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബാങ്ക് ഓഫ് ഇന്ത്യ 400 അപ്രന്റീസ് തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ ഈ മാസം 28 വരെ സ്വീകരിക്കും. അപേക്ഷിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 20 വയസ്സും പരമാവധി പ്രായപരിധി 28 വയസ്സുമാണ്. ചട്ടപ്രകാരം പ്രായപരിധിയിൽ ഇളവ് ബാധകമാണ്. പട്ടികജാതി പട്ടികവർഗ എല്ലാ സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്കും 600 രൂപയും GSTയുമാണ് അപേക്ഷാ ഫീസ്. മറ്റെല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 800 രൂപയും GSTയുമാണ് ഫീസ്.